യമനിൽ ഇസ്രായേൽ ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തി. ഡസൻ കണക്കിന് വിമാനങ്ങൾ ഒരേ സമയത്ത് യമന്റെ അതിർത്തി കയറിക്കൊണ്ട് 4 ലക്ഷ്യങ്ങളിലായി 30-ലധികം ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. യമന്റെ വൈദ്യുത നിലയത്തിന് നേരെയും ഭരണാധികാരിയുടെ കൊട്ടാരത്തിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യമൻ സ്ഥിരീകരിച്ചു. 6 പേരുടെ മരണമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. 13ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതിനെതിരെ ശക്തമായിരിക്കുന്ന തിരിച്ചടി യമൻ വല്ലാതെ വൈകാതെ നടത്തും എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന സീപോർട്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഏറെക്കുറെ ഇസ്രായേലിന് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബെൻഗൂരിയൻ എയർപോർട്ട്, ഹൈഫ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും അഷ്തോൺ, അഷ്കലോൺ, ഹദീദ, ഹൈഫ, ജഫ, തെല്ലവീവ് പോലെയുള്ള തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ ആക്രമണം നടത്തും. ആ മേഖലയിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണം എന്നാണ് ഇപ്പോൾ യമൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തെല്ലവീവിനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലാണ് ആക്രമണം നടത്തുക എന്നുള്ളൊരു സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ വലിയ ഭയപ്പാടിലാണ്. മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നതിനോടനുബന്ധിച്ച് തന്നെ ബംഗറിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാവണം എന്ന് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാത്രിയെ പകലാക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാവും എന്നാണ് യമൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.